ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ആരും ആർക്കും അന്യരല്ല. പരസ്പരം പുണർന്ന് സന്തതോത്പാദനം നടത്തുന്നവയെല്ലാം ഒരിനത്തിൽപ്പെടുന്നു. പുണരാതെ സന്തതോത്പാദനം നടത്തുന്നവ മനുഷ്യജാതിയല്ല. ഈ ലോകത്ത് ഇണചേരുന്നതിൽ ഒരുമിക്കുന്നവയും ഒരു പ്രത്യേക വർഗമായി കരുതപ്പെടും. പ്രിയരെ, ഒരു ആൽമരത്തിന്റെ വിത്തിൽ നിന്ന് ആൽമരമല്ലാതെ മറ്റൊരു മരവും കിളിർത്തു വരികയില്ല. അതുപോലെ ഏതൊരു മരത്തിന്റെയും ചെടിയുടെയും വിത്തിൽ നിന്ന് മറ്റൊരിനം ഉണ്ടാവുകയില്ലെന്നത് സത്യമായിരിക്കുന്നു. ഒരു നായ പൂച്ചക്കുഞ്ഞിനെയോ ഒരു ആന കുതിരയെയോ ഒരു സിംഹം കടുവയെയോ പ്രസവിക്കുകയില്ല. ഓരോ ജന്തുവർഗങ്ങളും അതാത് വർഗത്തിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത്. ഇത് പ്രകൃതിയിലെ ഒരു മഹത് തത്വമാണ്. ഈ തത്വത്തിൽ നിന്നും ഒരു ഉറുമ്പിന് പോലും വ്യതിചലിക്കാനാവുകയില്ല. ലോകത്ത് ഒരമ്മയും ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും മനുഷ്യക്കുഞ്ഞിനെ തന്നെയാണോ എന്ന് ആശങ്കപ്പെടാറില്ല. മനുഷ്യനിൽ നിന്നും മനുഷ്യനല്ലാതെ മറ്റൊന്നും പിറവി കൊള്ളുകയില്ല എന്ന തത്വമാണ് ഇതിന് ആധാരം. ഇങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ ഇനവും അതാത് ഇനങ്ങളെ തന്നെ സന്തതോത്പാദനം നടത്തുന്നു. ഈ തത്വപ്രകാരം പരസ്പരം ഇണചേർന്ന് സന്തതോത്പാദനം നടത്തുന്ന മനുഷ്യരും അവർക്കുണ്ടാകുന്ന സന്തതികളും ഒരു ഇനമാണ്. ആ ഇനത്തിന്റെ ലക്ഷണം മനുഷ്യത്വമായിരിക്കുന്നതിനാൽ മനുഷ്യവർഗത്തിന്റെ ജാതി മനുഷ്യത്വമാണ്. ഇതല്ലാതെ ജാതി വർണ്ണ സങ്കല്പങ്ങളെല്ലാം കേവലം മനുഷ്യ സൃഷ്ടികളാണ്. പ്രകൃതി തത്വത്തെ ലംഘിച്ച് മനുഷ്യരിൽ ഭേദങ്ങളുണ്ടാക്കുന്ന ഇത്തരം സങ്കല്പങ്ങളെല്ലാം അശാസ്ത്രീയവും അസത്യവും അനർത്ഥകരവുമാണെന്നറിഞ്ഞാൽ മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്ന സത്യബോധ്യപ്പെടും. ഈ ബോധ്യമുണ്ടായാൽ ആരും ആർക്കും അന്യരായിത്തീരുകയില്ല. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാടത്ത്.